ദൃശ്യം 4 ഇനി ഉണ്ടോ അതോ ദൃശ്യം 3യോടുകൂടി ഈ സീരീസ് അവസാനിച്ചോ? എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ആ ചോദ്യം ഞാൻ ചോദിച്ചു. പക്ഷേ പറഞ്ഞ മറുപടിയാണ് രസം. ജിഞ്ചർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ദൃശ്യം 3യുടെ ഇൻ്റർവ്യൂ എടുത്തൊരു കഥയാണ്. അപ്പോൾ നമ്മുടെ എഡിറ്റർ വിനായക്, ക്യാമറാമാൻ സതീഷ് ചേട്ടന്, പിന്നെ അതുപോലെ തന്നെ ജിത്തു ചേട്ടന്, ഡയറക്ടർ, ഇവരെ 3 പേരെയും അണിയറ പ്രവർത്തകരെ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ് ദൃശ്യം 4 ഉണ്ടോ എന്നുള്ളത്. അതിൽ ജിത്തു ചേട്ടൻ്റെ രസകരമായൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇതിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ശരിക്കും ഇങ്ങനൊരു കുടുംബമുണ്ട്. അപ്പോൾ അവരുടെ ആദ്യത്തെ കഥയായിരുന്നു 1 പറഞ്ഞത്. അവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള അവരുടെ കഥയാണ് 2, അത് കഴിഞ്ഞിട്ടുള്ളതാണ് 3. ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ്. അവരിനി എന്ത് ചെയ്യും എന്നറിഞ്ഞിട്ട് വേണം എനിക്ക് 4ൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനെന്നാണ് പുള്ളി തമാശയ്ക്ക് പറഞ്ഞത്. ശരിക്കും അങ്ങനെ ആളുകളുണ്ടോ? അങ്ങനെ ആളുകളെ ജിത്തു ചേട്ടന് അറിയായിരിക്കുമോ? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു റിയൽ സ്റ്റോറി ആണെങ്കിലോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഇത് തയ്യാറാക്കുന്ന ജിത്തു ചേട്ടനാണോ ഇനി ശരിക്കും ജോർജ് കുട്ടി?